വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാതയരികിൽ മംഗലം പാലത്ത് വഴിയോര കച്ചവടത്തിനുള്ള അനുമതി സംബന്ധിച്ച യോഗം വിളിച്ചു ചേർത്തു. ഞങ്ങൾ എന്ത് ചെയ്തിട്ടാണ് അത്രയും ദ്രോഹിക്കാൻ കാരണം? ഈ ഒരാളുടെ വ്യക്തിക്ക് ഇത്രയും ആളുടെ കഞ്ഞുകൂടി മുട്ടിക്കണം. അതൊന്ന് മാനുഷികപരമായി ചിന്തിക്കേ. അതല്ല ഈ ഒരൊറ്റ വ്യക്തിന്റെ കാരണത്തിന് അല്ല വേറൊന്നല്ല. അതാണ് ഈ പരാതി പറയണ ആളൊന്നും അങ്ങോട്ട് പറയും. 4 ലോഡ് 5 ലോഡ് മണ്ണിടിച്ചില്ലേ 2 മാസമായി. അത് മാറ്റിയിട്ടുണ്ടോ? അത് എൻഎച്ചിപ്പെട്ടതല്ലേ? അപ്പൊ അവിടെ ആക്സിഡന്റ് ആയാലോ? ഈ മണ്ണ് 2 മാസമായില്ല സാറേ, 2 മാസമായിട്ടുണ്ടോ? 2 മാസമല്ല മണ്ണടിച്ചിട്ട് അവിടെ ആക്സിഡന്റ് ആയാലോ? പെട്ടെന്ന് ആൾക്കാർ മിനി പമ്പ എന്നറിയപ്പെടുന്ന മംഗലം പാലത്ത് വഴിയോര കച്ചവടം നടത്തുന്നവരെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ദേശീയപാത അതോറിറ്റി ഒഴിപ്പിക്കുന്ന നടപടി തുടർന്നു വരുന്നു. എന്നാൽ തങ്ങൾക്ക് ശബരിമല സീസൺ ബിസിനസ്സുമായി ബന്ധപ്പെട്ട 2 മാസത്തെ കാലാവധിക്ക് മാത്രമായി വഴിയോരത്ത് കച്ചവടം ചെയ്യാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് പി സുമോദ് MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾക്ക് ഇവർ പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പി സുമോദ് MLAയുടെ അധ്യക്ഷതയിൽ മംഗലം പാലത്ത് യോഗം വിളിച്ചു ചേർത്തത്. പോലീസിന്റെ സാന്നിധ്യത്തിൽ മംഗലം പാലത്തുള്ള സ്ഥാപനങ്ങളുടെ മുൻവശത്ത് റോഡിലേക്ക് സാധനങ്ങൾ ഇറക്കിവെച്ച താൽക്കാലിക കച്ചവടം ചെയ്യാൻ സൗകര്യമൊരുക്കാനും ജനുവരി 20-ന് ശേഷം ഇറക്കിവെച്ചുള്ള കച്ചവടം ഒഴിവാക്കാനും യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ദേശീയപാത അധികൃതരിൽ നിന്നും ഇതിനുള്ള അനുമതിക്കായി ജനപ്രതിനിധികൾ ചർച്ച നടത്താനും തീരുമാനിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ്, വടക്കഞ്ചേരി SI ബാബു, അബ്ദുൽ നാസർ, പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ഷിബി, ദേശീയപാത കരാർ കമ്പനി BRO ബേബി രാജ്, അക്കൗണ്ടന്റ് മുരളി, കെ കുമാരൻ, സിജു എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. മംഗലം ഭാഗത്തുള്ളത് മാറ്റണം എന്നുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ മാത്രം ഈ ഒരു പ്രദേശം മാത്രം ഒരു 2 വ്യക്തികളാണ് ഇവിടെയുള്ള കച്ചവടക്കാരന് ബുദ്ധിമുട്ടുകൾ തുറന്നു പറയണം. അത് എല്ലാവർക്കും അറിയാം. എല്ലാവരും മിണ്ടാതിരിക്കുന്നതാണ്. ഞങ്ങൾ ഈ പഞ്ചായത്ത് അത് ആ ഒരു കഴിഞ്ഞ ഇതേ ടൈമിൽ ഇവർക്ക് ഈ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാനും MLAയും അതേപോലെ ഉദ്യോഗസ്ഥരും ഒപ്പിട്ടതിൻ്റെ പേരിൽ മാത്രമാണ് നമ്മുടെ പഞ്ചായത്തിൻ്റെ ഈ കടമുറി എന്ന് പറയുന്ന ഒരു ഷെൽട്ടർ പണ്ട് ഹൈവേ എടുത്തിട്ട് പോയിട്ടുള്ള ഈ ഒരു സ്ഥാപനം ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോകാനായിട്ട് ഇപ്പോഴും ആ വ്യക്തി പഞ്ചായത്തിൻ്റെ എല്ലാ സ്ഥലം എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുത്തിരിക്കുകയാണ്. മനസ്സിലാവുണ്ടോ? കാരണം ഈ ഒരു കെട്ടിടം ഒരു ഷെൽട്ടർ പോയി കഴിഞ്ഞാൽ അവർക്ക് അത് കാരണം ഈ ഒരു പ്രദേശം മുഴുവൻ അവരുടെ ഭാഗമാണ് അല്ലേ? ഇത് തന്നെയാണ് കാരണം. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ കാരണം എന്തുകൊണ്ട് പഞ്ചായത്ത് നിങ്ങളുടെ കൂടെയാണ് നിന്നിട്ടുണ്ടായിരുന്നത് അല്ലേ? അതിൻ്റെ പേരിൽ ഞാൻ അതായത് ഒരു ലേഡി എന്ന നിലയിൽ എന്നെ അടക്കമാണ് പറഞ്ഞിരിക്കുന്നത്. പഞ്ചായത്തും പ്രസിഡന്റും ഇവിടെ നിന്ന് സാധാരണക്കാരുടെ നിന്ന് കൈക്കൂലി മേടിച്ചിട്ടാണ് ഇവിടെ നിന്ന് കച്ചവടം നടത്തുന്നത് എന്ന് വരെ പറഞ്ഞിട്ട് അവർ നിസ്സഹായാവസ്ഥയിലാണ് നിൽക്കുന്നത്. UTV ന്യൂസ്, പാലക്കാട്.